ഗൈസ്, ഞാൻ നിങ്ങളൊരു സാധനം കാണിക്കാം. ഇതുപോലത്തെ ഒരു സാധനം എന്തായാലും നിങ്ങളുടെ വീട്ടിൽ കാണും, അല്ലെ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും. ദേ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ കുറേ വേറെ വീട്ടിലൊക്കെ ഈ സാധനം കാണും. ഇതുപോലത്തെ വേറെ കുറേ ഐറ്റങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് കാണിക്കുന്നത്, കാരണം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ബുക്കിന്റെ പകുതി ബുക്കിൽ ഇതിന്റെ പടം കണ്ടു തീർത്തിട്ടുണ്ട്. കാരണം അന്നൊന്നും സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നെറ്റൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വേറെ പരിപാടികളാണ്, ബുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചുമ്മാ വായിച്ച് നോക്കാനല്ല, ചുമ്മാ പടം കണ്ട് ഞാൻ ഈ ബുക്കിന്റെ തീർത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല. അമ്മ അന്നല്ലേ മോൻ പഠിച്ച് വലിയ ആളാട്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നതാണ്. അന്ന് എനിക്ക് തോന്നുന്നു 3000-4000 രൂപ കൊടുത്താണ് ഈ ബുക്കിന്റെ ഒരു സെറ്റ് വാങ്ങിച്ചു തന്നത്. പിന്നെ ഇത് കൊണ്ടുവന്നൊരു ചേട്ടൻ ഒരു ഡയലോഗും പറയും, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മോൻ വാങ്ങിച്ചു, അപ്പോൾ അവരതിൽ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ വാങ്ങിച്ചു തന്നതാണ്. പിന്നെ ഇതുപോലത്തെ വേറൊരു കിടിലെ ബുക്ക് ഉണ്ടായിരുന്നു, ടോപ്പ് 10 ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞത്. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് കേട്ടോ. അന്നത്തൊക്കെ നല്ല പടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അന്നത്തെ ഗെയിംസും കാര്യങ്ങളെയൊക്കെയാണ് മെയിൻലി പറയുന്നത്. അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. എൻ്റെ എന്ന് പറഞ്ഞാൽ ആ ബുക്കൊക്കെ വേറെ സ്ഥലത്താണ്, അതുകൊണ്ടാണ് ഞാൻ ആ ബുക്കൊന്നും എടുത്തുകൊണ്ട് വരായിരുന്നത്. അതെല്ലാം കൂടെ എനിക്ക് പൊക്കൊണ്ട് വരാൻ തന്നെ വല്ല ഭാരമാണ്. എല്ലാം കൂടെ ഒരു 10-15 കിലോ കാണും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനത്തെ ബുക്കുകളൊക്കെ കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പം പാത്രങ്ങൾ കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ബുക്കുകൾ കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞു. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ അതായത് ഇവൻ എനിക്കൊരു ഡിസ്കൗണ്ട് രീതിയിലാണ് തന്നത്. ഒരു ക്വസ്റ്റ് ചോദിച്ചു, ഇന്ത്യയുടെ ഫ്ലാഗിൽ എത്ര കളർ ഉണ്ടെന്ന് ചോദിച്ചു. അതിന്റെ ആൻസർ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, മോൻ മാത്രമേ ഇത് പറഞ്ഞുള്ളൂ, അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് തന്നത്. അതൊക്കെ വലിയ കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഈ ബുക്കിന്റെ ഫോട്ടോ ജസ്റ്റ് ഇട്ടേക്ക്.